നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അതിലെ പേജ് നമ്പർ 26-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. അതായത് ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. 3ലും സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്തും ഏരിയയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് പൈത്തഗോറസ് തിയറമാണ്. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾസിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. അങ്ങനെ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടും. സൈഡ് കിട്ടിയാൽ സൈഡ് ഇൻറ്റു സൈഡ് വെച്ചിട്ട് ഏരിയ കാണാം. അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താണ്? വശം ഇൻറ്റു വശം. പൈത്തഗോറസ് തിയറം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽസ് കർണം സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ സൈഡ് അറിയണം, സൈഡ് ലെങ്ത് അറിയണം. പക്ഷേ ഇവിടെ സൈഡ് എത്രയാണെന്ന് തന്നിട്ടില്ല. പിന്നെ അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് ഈ സൈഡ് കണ്ടുപിടിക്കാം. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഈ സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 സൈഡായി. അപ്പം വീണ്ടും പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഈ സൈഡ് കണ്ടുപിടിക്കാം. ഈ സൈഡ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ സൈഡാണ്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടിയാൽ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്കിതിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ്. ഇപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ADEF ആണ്. ഇവിടെ ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കി ABC, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസും. പൈത്തഗോറസ് തിയറം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് AC കണ്ടുപിടിക്കാം. പൈത്തഗോറസ് തിയറം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് height or altitude. Hypotenuse square. In triangle ABC, ABC. ഇവിടെ ബേസ് എന്താണ്? BC. ആൾട്ടിറ്റ്യൂഡ് എന്താണ്? AB. BC സ്ക്വയർ പ്ലസ് AB square is equal to AC square. BC 1 ആണ്, ABയും 1 ആണ്. എല്ലാം 1 മീറ്റേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയർ. AC സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്താണ്? 1 സ്ക്വയർ 1 അപ്പോൾ 2. therefore AC എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 2. സ്ക്വയർ റൂട്ട് ഓഫ് 2 മീറ്റർ ആണ് AC. മീറ്റേഴ്സിലാണ് യൂണിറ്റ് ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി √2 മീറ്റർ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡൊക്കെ ഇനി രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് കണ്ടുപിടിക്കണം. അതും ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. അപ്പം ട്രയാങ്കിൾ ACD ACD, ഇത് ബേസും ഇത് ഹൈറ്റും ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ACD സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു AD സ്ക്വയർ. AC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ ഇസ് ഈക്വൽ ടു AD സ്ക്വയർ. AC നമുക്ക് കിട്ടിയിട്ടുണ്ട് √2. CD എന്താണ്? 1 മീറ്റർ. 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു AD സ്ക്വയർ. തിരിച്ചെഴുതണം. AD സ്ക്വയർ ഇസ് ഈക്വൽ ടു √2ൻ്റെ സ്ക്വയർ എന്താണ്? ഒന്നുകൂടെ എഴുതാം. √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √2 എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയർ എന്താണ്? 2. 2 പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1. 3. therefore AD is equal to √3. √3 മീറ്റർ. അപ്പോൾ AD കിട്ടി. AD എന്താണ്? √3 മീറ്റർ. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡായില്ലേ? സ്ക്വയർ ADEF എന്നുള്ളതിൻ്റെ സൈഡ് കിട്ടി √3. അപ്പോൾ 4 സൈഡും ഈക്വൽ അല്ലേ? ഇനി സ്ക്വയറിൻ്റെ ഏരിയ കാണാം.
ഏരിയ ഓഫ് സ്ക്വയർ അത് നമുക്ക് സൈഡ് ഓഫ് സ്ക്വയർ എഴുതാം. സൈഡ് ഓഫ് സ്ക്വയർ √3 മീറ്റർ. ഇനി ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് ഇൻറ്റു സൈഡ്, അതായത് √3 ഇൻറ്റു √3. √3 ഇൻറ്റു √3 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഗുണിച്ച് √9. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്, അല്ലെങ്കിൽ വർഗ്ഗമൂലം എന്താണ്? 3. 3 ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് 3 മീറ്റർ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ADEF എന്നുള്ള ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് √3, ഏരിയ 3 മീറ്റർ സ്ക്വയർ. അടുത്ത ഫിഗർ നോക്കി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ കൂടെ ഒരു ട്രയാങ്കിളും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതിൻ്റെ യൂണിറ്റ് എല്ലാം 1 ആണ്. നമുക്കിവിടെ പേര് കൊടുക്കാം. ABCDEFG. നമുക്ക് ഈ സ്ക്വയർ AEFGയുടെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കാണണമെങ്കിൽ അതിൻ്റെ സൈഡ് കാണണം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് തുടങ്ങാം. ട്രയാങ്കിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC ഇവിടെ ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് AB² + BC² = AC². AB എന്താണ്? 1. 1² + 1² = AC². AC² = 1 + 1, അതായത് 2. Then AC therefore AC = √2. AC എന്ന് പറയുന്നത് √2 മീറ്റർ ആണ്. AC കിട്ടി √2 മീറ്റർ. ഇനി ഈ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ ACD, അതിൽ AD കണ്ടുപിടിക്കുക. AD വീണ്ടും ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ACD, AD² = AC² + CD². AC നമുക്കിപ്പോൾ കിട്ടി. എത്രയാണ്? √2. അപ്പോൾ √2² + CD എന്താണ്? 1² Then AD² √2ൻ്റെ സ്ക്വയർ എന്താണ്? √2 ഇൻറ്റു √2² എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2. രണ്ട് പ്രാവശ്യം √2 വന്നാൽ എന്താണ്? 2 അല്ലേ? ഓർ √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ √4. 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 2 അല്ലേ? അപ്പോൾ √2ൻ്റെ സ്ക്വയർ 2. 2 + 1ൻ്റെ സ്ക്വയർ 1, 3 വരും. Therefore AD = √3. √3 മീറ്റർ. അപ്പോൾ AD കിട്ടി √3 മീറ്റർ. വീണ്ടും ഈ ട്രയാങ്കിൾ എടുക്കുക. ഇപ്പോൾ സ്ക്വയർ AEFGയുടെ ഏരിയ 4 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത്? നേരത്തെ ചെയ്തത് തന്നെ. ഒരു ട്രയാങ്കിൾ കൂടെ കൂടുതലുണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ. ആദ്യം ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാണാം. പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാണാം. മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ്. സ്ക്വയറിൻ്റെ സൈഡ് കിട്ടിയാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അടുത്ത ഫിഗർ നോക്കി. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതിലും ഒരു ട്രയാങ്കിളും കൂടെ കൂടിയിട്ടുണ്ട്. യൂണിറ്റ് എല്ലാം സെയിം തന്നെ, എല്ലാം 1 മീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ പേര് കൊടുക്കാം. ABCDEFGH. അപ്പോൾ ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ ABCയുടെ എന്താണ്? പൈത്തഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ഹൈറ്റ് സ്ക്വയർ. ഇപ്പോൾ ഈ ഫസ്റ്റ് ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ABC ADAC² = BC² + AB².
ഈ ട്രയാങ്കിളിൽ ഈ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയറാണ് എ സി സ്ക്വയർ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ദാറ്റ് ഇസ് 2. എ സി സ്ക്വയർ ആണ് 2. ദെർഫോർ എ സി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 മീറ്റർ. അപ്പോൾ ഇത് കിട്ടി. ഇത് റൂട്ട് 2 മീറ്ററാണ്. ഇനി അടുത്ത് ഈ ട്രയാങ്കിൾ എ സി ഡി. ട്രയാങ്കിൾ എ സി ഡി, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ഇതാണ് എ ഡി. എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. എ സി സ്ക്വയർ, എ സി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു റൂട്ട് 2. അപ്പോൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ എന്താണ്? 2 പ്ലസ് 1 സ്ക്വയർ 1, 3. ദെർഫോർ എ ഡി എന്ത് കിട്ടും? എ ഡി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 3, റൂട്ട് 3 മീറ്റർ. നമുക്ക് എ ഡി കിട്ടി. എ ഡി എന്താണ്? റൂട്ട് 3 മീറ്റർ. ഇനി ഈ ട്രയാങ്കിൾ എടുത്തിട്ട് എ ഇ കണ്ടുപിടിക്കുക. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ഡി ഇ. ഇൻ ട്രയാങ്കിൾ എ ഡി ഇ, ഈ എ ഡി ഇയിൽ എ ഇ ആണ് ഹൈപ്പോട്ടന്യൂസ്. എ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. എ ഡി എന്താണ്? നമുക്കിപ്പോൾ കിട്ടി റൂട്ട് 3. റൂട്ട് 3 സ്ക്വയർ പ്ലസ് ഡി ഇ 1 ആണ്, 1 സ്ക്വയർ. റൂട്ട് 3യുടെ സ്ക്വയർ 3 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1, 4. ദെർഫോർ എ ഇ എന്ത് കിട്ടും? എ ഇ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എ ഇ 2 മീറ്റർ. എ ഇ കിട്ടി 2 മീറ്റർ. ഇനി സ്ക്വയറിൻ്റെ സൈഡ് ആയിട്ടില്ല, അത് ഇവിടെ വരണം. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോഴാണ് സ്ക്വയറിൻ്റെ സൈഡ് കിട്ടുന്നത്. അത് ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ എ ഇ എഫ്. ഇൻ ട്രയാങ്കിൾ എ ഇ എഫ്, എ ഇ എഫിൽ എ എഫ് ആണ് ഹൈപ്പോട്ടന്യൂസ്. എ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇ സ്ക്വയർ പ്ലസ് ഇ എഫ് സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ നമുക്കിപ്പോൾ കിട്ടി 2 സ്ക്വയർ പ്ലസ് ഇ എഫ് എന്താണ്? 1. എ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 1 സ്ക്വയർ 1, 5. ദെർഫോർ എ എഫ് എന്താണ്? അതിൻ്റെ സ്ക്വയർ റൂട്ട് 5. റൂട്ട് 5 മീറ്ററാണ് എ എഫ്. അപ്പോൾ എ എഫ് കിട്ടി റൂട്ട് 5 മീറ്റർ. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? റൂട്ട് 5 മീറ്റർ. റൂട്ട് 5 മീറ്റർ. ഇനി ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ല. സൈഡ് ഇൻറ്റു സൈഡ്, അതായത് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. സൈഡ് ഓഫ് സ്ക്വയർ. സൈഡ് ഓഫ് സ്ക്വയർ എ എഫ് ജി എച്ച് എന്താണ്? റൂട്ട് 5 മീറ്റർ. ദെർഫോർ ഏരിയ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ്, അതായത് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. റൂട്ട് 5 ഇൻറ്റു 5 എന്താണ്? റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 എന്താണ്? 5 മീറ്റർ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഏരിയ 5 മീറ്റർ സ്ക്വയർ.